ഒരു അടുത്ത ബന്ധു, ഒരു സ്ത്രീ, അവര് ഇയാളെ സെക്ഷലായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഇയാൾ ചെറുതായിരുന്നപ്പോൾ ഞാൻ ആ കുട്ടിയെ കൊന്നിട്ടുണ്ട്. പള്ളിയുടെ മേടയിലാണ് വച്ചേക്കുന്നത്. കൊന്നു സമ്മതിച്ചു? ആ, പുള്ളി സമ്മതിച്ചു. നമസ്കാരം. പോലീസ് കഥകളുടെ പുതിയൊരു അധ്യായത്തിൽ പുതിയൊരു അതിഥിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. റിട്ടയർഡ് SP ശ്രീ തമ്പി S. ദുർഗാദത്ത് IPS. വെൽക്കം സാർ. പോലീസ് കഥകൾ പറയാനായിട്ട് താങ്കളെ മറുനാടൻ്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. സുദീർഘമായ ഒരു കാലയളവ് താങ്കൾ കേരള പോലീസിൻ്റെ ഭാഗമായിരുന്നു. ഒരുപാട് കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ഈ പോലീസ് കഥയുടെ ഈ അധ്യായത്തിൽ താങ്കൾ ആദ്യം ഏത് കഥയാണ്, ഏത് സംഭവ കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? 2001 കാലയളവിൽ ക്രിസ്മസിൻ്റെ തലേ ദിവസം പൂന്തറ പള്ളിയുടെ മുകളിൽ ഒരു കൊച്ചുകുട്ടിയെ കൊന്നു. 7 വയസ്സുള്ള കൊച്ചുകുട്ടിയെ കൊന്നു അടക്കം ചെയ്തിരുന്ന സംബന്ധിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി സാർ. ഇതിപ്പോൾ താങ്കൾ പൂന്തറ സ്റ്റേഷനിൽ ചാർജ് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു? ഞാൻ CA ആയിരുന്നു, പൂന്തറ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. ഓക്കെ. സംഭവത്തെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്യാമോ സാർ? അത് 25-ാം തീയതി, ക്രിസ്മസിൻ്റെ അടുത്ത ദിവസം 25-ാം തീയതി രാവിലെ വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരച്ഛൻ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. അപ്പം പൂന്തറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒരു ഭാഗം ക്രിസ്ത്യാനികൾ താമസിക്കുന്നു, നടുക്ക് ഹിന്ദുക്കൾ താമസിക്കുന്നു, മറ്റേ ഭാഗത്ത് മുസ്ലിങ്ങളാണ്, ഭീമാപ്പള്ളിയുടെ ഭാഗമൊക്കെ, അപ്പുറത്ത് ചെറിയ നിറ ക്രിസ്ത്യാനികളുടെയാണ്. ഇപ്പോൾ എന്ത് ഇഷ്യൂ ഉണ്ടായിക്കാലും പെട്ടെന്ന് കമ്മ്യൂണലായിട്ടത് മാറും. ഒരു കൊച്ചുകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ അത് ആര് കൊണ്ടുപോയി എന്നുള്ള ചോദ്യം വരും. സെൻസിറ്റീവ്. അത് ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ കൊണ്ടുപോയെന്ന് ചോദ്യം വരും. അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് പൂന്തറ പോലീസ് സ്റ്റേഷനിൽ ഇത്തരം പരാതികൾ കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണൽ റൈറ്റായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്പം തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ മൊഴി വായിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രത്യേകം ടീം ഫോം ചെയ്തു. അന്നത്തെ സബ് ഇൻസ്പെക്ടർ സുരേഷ് അതുപോലെ മറ്റുള്ള ആൾക്കാർ ടീം ഫോം ചെയ്ത് എല്ലായിടത്തും അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത് ഒരു സെബാസ്റ്റ്യൻ എന്ന് പറയും. അദ്ദേഹം നേരത്തെ ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചത്, കൊലപാതകം ചെയ്തല്ല, പീഡിപ്പിച്ച കേസിൽ കൺവിക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് 1 മാസം ആയുള്ളൂ. അതായത് ഈ നാട്ടുകാരൻ തന്നെയാണോ? ഈ നാട്ടുകാരൻ തന്നെ. ആ പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന ആൾ തന്നെയാണ്. പൂന്തറ പള്ളിയുടെ അടുത്ത്, ഈ കുട്ടിയുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾ തന്നെയാണ്. മനസ്സിലായി. അപ്പോൾ അയാളെ പുറത്തിറങ്ങിയ ഇൻഫർമേഷൻ കിട്ടി. പക്ഷേ അയാളെ തെരഞ്ഞിട്ട് അവിടെ നിന്ന് ഭാഗത്ത് കണ്ടില്ല. അപ്പം നമ്മൾ കൂടുതൽ അവിടെ പോയി അന്വേഷിച്ച സമയത്ത് ഈ 25-ാം തീയതി തന്നെ രാവിലെ ഈ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾക്കാരൊക്കെ ഉറങ്ങായിരുന്നു. ആ സമയത്ത് സ്കൂളിൻ്റെ വരാന്തയിൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് ഈ സെബാസ്റ്റ്യൻ ഇരിക്കുന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് സെബാസ്റ്റ്യനെ തന്നെ ഒരു ദൃക്സാക്ഷി പറയുകയാണ്. ആ ദൃക്സാക്ഷി പറയാണ്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു കൺഫർമേഷൻ കിട്ടി. ഇവനായിരിക്കാം, ഈ സെബാസ്റ്റ്യൻ തന്നെ ആയിരിക്കാം ഈ കുട്ടിയെ കൊണ്ടുപോയെന്നൊരു നമുക്കൊരു തോന്നലുണ്ടായി. അതിനുശേഷം നമ്മൾ അന്വേഷിച്ചിരുന്ന സമയത്ത് രാത്രി ഒരു അസമയമായപ്പോൾ ഈ സെബാസ്റ്റ്യൻ കടപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കടപ്പുറത്ത് പോയി. കടപ്പുറത്തൊക്കെ പോയി ഈ ഒരാളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പെട്ടെന്ന് ആൾക്കാരൊക്കെ വയലൻ്റ് ആവും. എന്തിനാണ് നമ്മൾ ഇവരെ പിടിക്കുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഇയാളെ കൊണ്ടുപോകുന്നു ചോദ്യമൊന്നും അവിടെ ഇല്ല. പോലീസ് കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഒറ്റ വഴിയേ ഉള്ളൂ. ഈ പൂന്തറ മെയിൻ റോഡിൻ്റെ അവിടുന്ന് ഈ പള്ളിയിലോട്ട് പോകുന്ന ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പോൾ വഴി ബ്ലോക്ക് ചെയ്താൽ നമുക്ക് തിരിച്ച് വരാനൊന്നും പറ്റില്ല. നമ്മൾ വളരെ സൂക്ഷിച്ച് രാത്രി 12-1 മണിയായപ്പോൾ അതൊക്കെ നമ്മൾ പോയിട്ട് ഇയാളെ വകയായി പൊക്കിയെടുത്തോട്ട് വേണം. ആരും അറിയാതെ ജീപ്പിൽ നിന്ന് പൊക്കിയെടുത്തോട്ട് വരാൻ പറ്റില്ല. തൂക്കിയെടുത്ത് തോളി കയറ്റി കൊണ്ടുവരാനേ പറ്റും. വാനിലാണോ പോയത്? വാനിലാണോ പോയത് പിടിക്കാൻ? അല്ല, പോലീസ് ജീപ്പിൽ കൊണ്ട് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പോലീസ് ജീപ്പ് പോയി കഴിഞ്ഞാൽ ആൾക്കാർ അലർട്ടാവും. എന്തോ അങ്ങനെ അവിടെ ചാരായം മാറ്റൊക്കെ സമയത്ത് ചാരായം മാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയം. നിങ്ങളെങ്ങനെ സ്വകാര്യ വാഹനത്തിലാണോ പോയത്? സ്വകാര്യ വാഹനത്തിലുള്ള നമ്മൾ ശരിക്കും റോഡ് സൈഡിൽ പോലീസ് ജീപ്പ് ഒതുക്കിയിട്ട് ശേഷം നമ്മൾ നടന്നു പോയിട്ട് അയാളെ പിടിച്ച് ശബ്ദം ഉണ്ടാക്കാതെ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അയാളത്ത് ചോദിച്ചപ്പോൾ ആദ്യം അയാളൊന്നും കൺഫേം ചെയ്തു. ഞാൻ ആളുന്നില്ല, പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. കുറച്ചുകൂടെ നമ്മൾ ചോദിച്ച സമയത്ത് പറഞ്ഞു ഞാൻ കുട്ടിയെ കൊന്നിട്ടുണ്ട്, പള്ളിയുടെ മേടയിലാണ് വച്ചേക്കുന്നതെന്ന് പറഞ്ഞു.
കൊന്നു സമ്മതിച്ചു. പുള്ളി സമ്മതിച്ചു. അത് പള്ളിയുടെ ഏറ്റവും മുകളിൽ കൊണ്ട് വച്ചേക്കാണ്. രാത്രി ഞാൻ എണീറ്റിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പള്ളിയിലെ ഒരു സൈഡിലെ ജനലുടെ തുറന്നിട്ടുണ്ട്. ഈ പള്ളിയുടെ ഈ മണിയടിക്കുന്ന ഭാഗത്തിൻ്റെ അതുവഴി എടുത്തുകൊണ്ട് പോയി കടലിൽ ഡിസ്പോസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് ആൾ. കുട്ടിയെ കടലിൽ തള്ളാനായിരുന്നു. അപ്പം പള്ളിക്കകത്തൂടെ പോകേണ്ട ആവശ്യം. പള്ളി എപ്പോഴും തുറന്നിട്ടേക്കും. അവിടെ പൂതറപ്പള്ളി മിക്കലും തുറന്നിട്ടേക്കും. ആൾക്കാരെ അതിനകത്ത് ഉറങ്ങും സാധാരണ. അപ്പം ഇവരെ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് വഴി കയറിയിട്ട് ഈ ബോഡി എടുത്തുകൊണ്ടൊന്ന് ഡിസ്പോസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഒരു 4 മണി 5 മണി സമയത്തൊക്കെ. അപ്പോൾ ഏറെ 2:30 മണിയാകുമ്പം ഈ മുക്കുവരെ മീൻ പിടിക്കാനായിട്ട് കടപ്പുറത്ത് പോകും. അപ്പോൾ അവിടെ ആക്റ്റീവ് ആവും. അവർ പോയതിനു ശേഷം കുറച്ച് സമയം പിന്നെ അവിടെ ആരും കാണില്ല. ആ സമയത്ത് ഡിസ്പോസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ പിടിച്ച് കാര്യം പറഞ്ഞു. പക്ഷെ നമുക്ക് ആ സമയത്ത് ആ പള്ളിയിലോട്ടൊന്നും ഇവരെയും കൊണ്ട് പോകാനൊന്നും പറ്റില്ല, ഈ സെബാസ്റ്റ്യനെ കൊണ്ട്. അങ്ങനെ നമ്മളത് കമ്മീഷണറെയും അതുപോലെ ജില്ലാ കളക്ടറെയും ഒക്കെ ഇൻഫോം ചെയ്തതിനു ശേഷം ഈ പള്ളിയിലച്ഛൻ, അവിടുത്തെ അച്ഛനുണ്ട്, അദ്ദേഹത്തിന് ഇൻഫോം ചെയ്തു. ഇങ്ങനൊരു സംശയം പറയുന്നുണ്ട് അയാൾ, നമുക്കിത് വെരിഫൈ ചെയ്യണം, മുകളിലാണ് ബോഡി ഉണ്ടെന്ന് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ. അപ്പോൾ ഒരു 7 മണിയോടുകൂടി തന്നെ നമ്മൾ അവിടെ പോയി. പള്ളിയിലച്ഛൻ വന്നു. ഒരുപാട് പോലീസാണ്. ഇതൊരു 19-60 പോലീസുകാരുണ്ട്. കമ്മീഷണർ, അന്ന് രാജൻ സിംഗ് ആയിരുന്ന കമ്മീഷണർ, അദ്ദേഹം അവിടെ വന്നിരുന്നു. എല്ലാവരും വന്ന് നമ്മൾ വരെ ഇവരെയും കൊണ്ട് ഈ പറഞ്ഞ കയറാൻ വലിയ പാടാണ്. കാര്യം ഇത് ചെറിയ പഴി, പിന്നെ ഒരു കയറിക്കൂടെയൊക്കെ കയറിയാണ് മോളിൽ പോകാൻ പറ്റുള്ളൂ. മോളിൽ പോയ സമയത്ത് ഏറ്റവും മുകളിൽ പള്ളിയുടെ ആ മണിയെ കഴിഞ്ഞിട്ടും കുറച്ചു ദൂരം കഴിഞ്ഞൊരു മുകളിൽ ഭാഗത്ത് ഒരു ആസ്ബസ്റ്റോസ് ഷീറ്റിൻ്റെ അടിയിൽ ആസ്ബസ്റ്റോസ് ഷീറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആസ്ബസ്റ്റോസ് ഷീറ്റിൻ്റെ അടിയിൽ കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. ആസ്ബസ്റ്റോസ് ഷീറ്റുകൾ പൊക്കി നോക്കിയപ്പോൾ ആ കുട്ടി അവിടെ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ഒരു മിനിങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ താഴെ ഇറങ്ങിയതിന് ശേഷം ഫോറൻസിക് സയൻസിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ, ഫോറൻസിക് മെഡിസിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു വരുത്തി. ഡോസ്കോഡ് അങ്ങനെയുള്ള നമ്മളെ പോലീസിൻ്റെ സ്ഥിരം സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് വന്നു. അതിന് ശേഷമാണ് നമ്മൾ അവിടെ പോയി. അപ്പോൾ പോയപ്പോൾ ഇതിൻ്റെ ഈ കുട്ടിയുടെ ചെവിയിൽ ഒരു റിങ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ചെറിയ സ്വർണ്ണത്തിൻ്റെ റിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെവിടെ ഡിസ്പോസ് ചെയ്യും ചോദിച്ചാൽ പറഞ്ഞു ചാലക്കകത്തൊരു കടയിൽ ഡിസ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മളത് വെരിഫൈ ചെയ്തപ്പോൾ അങ്ങനെ സ്വർണ്ണം കൊടുത്തിട്ടുണ്ടെന്നോ ഇൻഫർമേഷൻ കിട്ടി. പിന്നെ ഫോറൻസിക് മെഡിസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ഫോറൻസിക് സയൻസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നമ്മളത് ആദ്യം അവരാണ് ചെയ്യേണ്ടത്. കാര്യം അതിൻ്റെ എവിഡൻസ് നശിച്ചു പോകും വേറെ ആരെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളത് ഇവനും ഈ പ്രതിയും നമ്മൾ കൊടുത്താനുള്ളതുകൊണ്ട് ആദ്യം നമ്മൾ ആ കുട്ടിയുടെ കയ്യിലെ ഫൈബേഴ്സൊക്കെ നമ്മൾ സെലോപ്പിംഗ് പ്രസ്സിങ് എന്ന് പറയും. സെലോപ്പിൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ആ വിരലിലുള്ള സെലോപ്പിനെങ്ങനെ നമ്മൾ സെലോപ്പിൻ വെച്ച് പ്രസ് ചെയ്തിട്ട് പശയുള്ള ഭാഗം തമ്മിൽ മൂടി വയ്ക്കും. അപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫൈബറോ സെൽസോ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പി വെച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. മനസ്സിലായി. അങ്ങനെയുള്ള എല്ലാ വിരലിൻ്റെയും സെലോപ്പിംഗ് പ്രസ്സിങ് എടുത്തു. സെലോപ്പിംഗ് പ്രസ്സിങ് എടുത്തിട്ട് നമ്മൾ ഫോറൻസിക്സ് ഉദ്യോഗസ്ഥന്മാർ അത് വെരിഫൈ ചെയ്തപ്പോൾ ആ ഫൈബേഴ്സ് അതിനകത്ത് ഉണ്ട്, ഓൾറെഡി ഫൈബേഴ്സ് ഉണ്ട്. ഈ സെബാസ്റ്റ്യനെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പാണ് കിട്ടിയത്. അയാൾ ഈ ആക്ഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം പോയി കിടന്നുറങ്ങിക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അയാളുടെ വിരലിലെ സെലോപ്പിംഗ് പ്രസ്സിങ് നമ്മൾ എടുത്തപ്പോൾ അതിൽ ഈ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ മിനുക്കമുള്ള ഡ്രസ്സിൻ്റെ ഫൈബേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടിയുടെ ഈ വിരലിലെ ഈ നഖത്തിൻ്റെ ക്ലിപ്പിങ്സ് എടുത്തു. ക്ലിപ്പിങ്സിനകത്ത് സെൽസ് ഉണ്ടായിരുന്നു, ഇയാളുടെ ശരീരം സെൽസ് ഉണ്ട്. ആ സെൽസ് ഇയാളുടെ സെൽസാണെന്ന് കണ്ടെത്താൻ വേണ്ടി. കൂടാതെ ആ കുട്ടി മാന്തിയായിരുന്നു ഇയാളുടെ ദേഹത്തിട്ട്. അപ്പോൾ ആ മാന്ത കൃത്യമായിട്ട് മുറിവ് ഈ കുട്ടിയുടെ മുറിവാണെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്തു. ഈ കുട്ടിക്കാരനുണ്ടായ മുറിവ്. പിന്നെ നമ്മുടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൂടി പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ആ വിജയന ഭാഗം കംപ്ലീറ്റ് കുത്തി മുറിച്ചേക്കായിരുന്നു. കംപ്ലീറ്റ് വളരെ ക്രൂവലായിട്ടാണ് റേപ്പ് ചെയ്തേക്കുന്നത്. കാരണം സങ്കടം തോന്നും അത്ര. ഞാനവിടെ പോസ്റ്റ്മോർട്ടം സ്റ്റേബിളിൽ നമ്മൾ പോയി കാണിച്ചായിരുന്നു. നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് നമ്മളെ കൂടെ അവർ വിളിച്ചായിരുന്നു മെഡിക്കൽ കോളേജിൽ. അവർ വളരെ ക്രൂവലായിട്ട് കുത്തി മുറിച്ച്. ഇയാൾ ഹാബിച്വൽ ഒഫൻഡർ അല്ല. അതിനു മുമ്പ് ഈ പെൺകുട്ടികളെ കൊച്ചുകുട്ടികളെ കണ്ടാൽ കൊണ്ടുപോയി ഉപദ്രവിക്കുന്ന സ്വഭാവമുണ്ട്. നേരത്തെ ഉള്ളൊരു ഇതൊന്നും ഒരു കൊച്ചുകുട്ടിയെ ദേഹത്തിന് പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ റേപ്പ് ചെയ്തതായിട്ട് കേസില്ലായിരുന്നു. ഡ്രഗ് അഡിക്റ്റ് ആണോ? ഡ്രഗ് അഡിക്റ്റ് അല്ല. മദ്യം ഉപയോഗിക്കും, ഡ്രഗ് അഡിക്റ്റ് അല്ല. ആ ദിവസം മദ്യം ഉപയോഗിച്ചിട്ടുമില്ല അയാൾ. ഇയാളെല്ലാം ഇതെല്ലാം ചെയ്യുന്ന സ്വബോധത്തിൽ തന്നെയാണ്. അയാളത്ത് നമ്മൾ ഈ വിവരം തിരക്കിയപ്പോൾ എനിക്ക് എങ്ങനെ ഇങ്ങനെ തോന്നുന്നു വെച്ചപ്പോൾ അയാൾ ഒരു അടുത്ത ബന്ധു, ഒരു സ്ത്രീ, അവർ ഇയാളെ സെക്ഷലായിട്ട് ഉപയോഗിക്കുമായിരുന്നു ഈ പയ്യന.
കൊച്ചിലെ വളരെ കൊച്ചിലെ ഇയാൾ ചെറുതായിരുന്നു അപ്പോൾ ഈ സെബാസ്റ്റ്യനെ സെക്ഷലായിട്ട് ഉപയോഗിക്കുകയായിരുന്നു വളരെ കൊച്ചിലെ. അപ്പം അങ്ങനെ ഒരു പെർവേർഷൻ സെക്ഷനോട് താല്പര്യം ഇവന് തോന്നിയിട്ടുണ്ട്. കുട്ടിക്കാലത്തുണ്ടായ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കൊച്ചുകുട്ടികൾ. അതിൽ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അവർക്ക് ഇതിലോട്ട് കൊച്ചുകുട്ടികളെ കണ്ടാൽ മാത്രം വലിയവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള സെക്ഷൽ ഒഫൻസിന് പോവുകയും ചെയ്തില്ലാണ് അവിടെ. മനസ്സിലായി. കുട്ടികളാണ് അയാളുടെ ഏറ്റവും പ്രധാനം. മനസ്സിലായി. എന്നിട്ട് ഇത് കോടതിയിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഇത് സംഭവിച്ചത് നമ്മൾ ഈ കിട്ടാവുന്ന എവിഡൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തു. കാര്യം ഈ കുട്ടിയെ കണ്ട ആളുണ്ട്, അതുപോലെ പള്ളിയിലെട്ടിക്ക് കൊണ്ടുപോകുന്ന കണ്ട ആളുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ 27 റിക്കവറി ആയിട്ടാണ് നമ്മൾ ഈ ഡെഡ് ബോഡി നമ്മൾ കാണിച്ചത് എവിഡൻസ് ആക്ടിൽ. പക്ഷേ 27 റിക്കവറി നിലനിൽക്കില്ല എന്ന് കോടതിയും പറഞ്ഞു. പക്ഷേ 8 എവിഡൻസ് ആക്ടിലെ 8 സെക്ഷൻ പ്രകാരമുള്ള നിലനിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബോഡി നമ്മൾ റിക്കവർ ചെയ്തു. എല്ലാ സയൻറ്റിഫിക് എവിഡൻസും കിട്ടാവുന്ന സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തു. സ്വർണം റിക്കവർ ചെയ്തു. ആ സ്വർണം ഐഡൻറ്റിഫൈ ചെയ്തു, ഈ കുട്ടിയുടെ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അവരെല്ലാം നമ്മൾ ചാർജ് ഷീറ്റ് കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്തു. അപ്പം ആ ട്രയൽ സ്റ്റേജിലോട്ട് പോകുന്ന സമയത്ത് ട്രയൽസ് 2005 ഒക്കെ ട്രയൽ സ്റ്റേജ് വന്നത്. 2001 നമ്മൾ ചാർജ് ഷീറ്റ് 3 മാസത്തിനകത്ത് നമ്മൾ കൊടുത്തു. അതിനിടയ്ക്ക് ഈ കുട്ടിയെ കൊന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കുട്ടിയെ കൊന്നത് കഴുത്ത് ജെരുക്കി കൊന്നെന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ കുട്ടിയെ ഉപയോഗിച്ചതിന് ശേഷമാണ് ഉപയോഗിച്ചതിന് ശേഷമാണ് അയാളെ കഴുത്ത് ജെരുക്കി കൊല്ലുന്നത്. അപ്പോൾ കഴുത്ത് ജെരുക്കി കൊല്ലുന്നത് എന്താണെന്ന് തോർത്ത് ഉപയോഗിച്ചാലോ കൊന്നെന്ന് പറഞ്ഞു. അപ്പം തോർത്ത് നമ്മൾ ഐഡൻറ്റിഫൈ അവിടുത്തെ സൊസൈറ്റിയുണ്ട്. സൊസൈറ്റിയുടെ അടുത്തൊരു തെങ്ങ് വെപ്പുണ്ട്. ആ തെങ്ങിൻ്റെ മൂട്ടിൽ ഈ തോർത്തിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുപോയി ആ തോർത്ത് റിക്കവർ ചെയ്തു. അപ്പോൾ കഴുത്തിലെ സെല്ലോപ്പിംഗ് പ്രശ്നം നമ്മൾ എടുത്തായിരുന്നു. കാരണം ഡോക്ടർ അപ്പോഴേ പറഞ്ഞു കഴുത്തിൽ ചെറിയൊരു ഒരു പ്രഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴുത്തിൻ്റെ സെല്ലോപ്പിംഗ് എടുത്തപ്പോൾ ആ സെല്ലോപ്പിക്കും ഈ തോർത്തിൻ്റെ സെല്ലോപ്പിനും തമ്മിൽ ഫൈബേഴ്സും തമ്മിൽ ഏകദേശം ഒത്തു വരുന്നുണ്ട്. കൂടാതെ തോർത്തിൻ്റെ മാർക്സും കാര്യങ്ങളും ഒക്കെ കഴുത്തിലുണ്ട്. അപ്പോൾ അത് ഫോറൻസിക് സയൻസുകാരും പറഞ്ഞു, ഫോറൻസിക് മെഡിസിൻകാരും പറഞ്ഞു അത് ഈ തോർത്ത് ഉപയോഗിച്ച് തന്നെയാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ റിക്കവർ ചെയ്ത് കൊടുക്കും. ഒരു സാധനം പോലെ നമ്മൾ ഡിലേ വരുത്തിയിട്ടില്ല. സ്വർണം റിക്കവർ ചെയ്ത് അന്ന് പിറ്റേ ദിവസം രാവിലെ കോടതി കൊടുത്തു. തോർത്ത് റിക്കവർ ചെയ്തു. രണ്ടുപേരെയും വെച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് പിറ്റേ ദിവസം തന്നെ കോടതി കൊടുത്തു. സാറിന് ഡിലേ വരുമ്പോഴാണ് ഒരു സംശയം തോന്നുന്നത്. കാരണം നമ്മൾ ഈ മെറ്റീരിയൽ ഒബ്ജക്ട്സ് കോടതി കൊടുക്കുമ്പോൾ ഡിലേ വന്നത് ഫാബ്രിക്കേറ്റഡ് ഉള്ളത്. ഇതെല്ലാം അപ്പം തന്നെ നമ്മൾ FIR തന്നെ FIR ഇട്ട് അന്ന് പിറ്റേ ദിവസം രാവിലെ FIR കോടതിക്ക് പോയി കഴിയും. മാനിമിസിക്കിൻ്റെ FIR. അതുപോലെ തന്നെ സെക്ഷൻ ഓൾട്ടറൈസേഷൻ, പ്രതി റിപ്പോർട്ട്, ഇതെല്ലാം ആ ഡിലേ കിട്ടുന്ന ഇൻഫർമേഷൻ കിട്ടുന്ന അന്ന് തന്നെ കോടതിക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അതാണ്. അപ്പോൾ അതങ്ങനെ വന്നിട്ട് ഈ ട്രയൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരും വിസ്തരിച്ചു. എല്ലാവരും നമ്മുടെ സാക്ഷികളൊക്കെ അതുപോലെ തന്നെ പറഞ്ഞു. ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാരും കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടേഴ്സും എല്ലാവരും കാര്യമായിട്ട് പറഞ്ഞു. നമ്മൾ കൺവിക്റ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത്. പക്ഷേ എനിക്ക് ചില അഡ്വക്കേറ്റ്സും അതുപോലെ തന്നെ ചില അവിടുത്തെ ഈ ഗുമസ്തന്മാരൊക്കെ പറഞ്ഞു, സാർ ഇത് ശിക്ഷിക്കില്ല, ഈ കേസ് വെറുതെ വിട്ടുപോകുന്നു പറഞ്ഞു. നേരത്തെ ഈ ജഡ്ജ്മെൻ്റ് ആവുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് തോന്നുന്നു സാറേ ഇത് ശിക്ഷിക്കും, സാറാണത് കഷ്ടപ്പെട്ടത്. കാരണം ഞാൻ എല്ലാ ദിവസവും കോടതി വന്ന് സാക്ഷികളെ പഠിപ്പിച്ച് അകത്ത് കയറ്റി ഈ പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കൊണ്ടുപോയി ഫയലെ പഠിപ്പിച്ച് ഫയൽ കാണിച്ചു കൊടുത്ത് അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ PPA നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഓരോ കേസിൻ്റെ രാവിലെ ബ്രീഫ് ചെയ്ത് അത്ര വളരെ കഷ്ടപ്പെട്ടാണ്. കാരണം ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കേസാണ്. കൊച്ചുകുട്ടിയുടെ കൊലപാതകമായിട്ട് ഞാൻ വേറെ ദിവസം ജോലിയായിരുന്നു, അത് ലോയറിനോട് ജോലിയായിരുന്നു. പക്ഷേ ഞാൻ ലീവ് എടുത്തിട്ടാണ് ഇതിനെ പറയുകയാണ് നടന്നത്. അപ്പം പറഞ്ഞു സാർ ഇത് കൺവിക്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇത്രയും തെരുവില്ല, നമുക്ക് സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം പ്രൂവ്ഡാണ്, സാറ് നോക്കിക്കോന്ന് പറഞ്ഞു. അവസാനം ജഡ്ജ്മെന്റ് വന്ന സമയത്ത് ഈ കേസ് അങ്ങ് വിട്ടുപോയി. ഇത്രയില്ല. അപ്പോൾ ഡയറക്റ്റ് എവിഡൻസും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസ് അങ്ങ് വിട്ടു. ഡയറക്റ്റ് എങ്ങനെ രാത്രി നടക്കുന്ന സംഭവം പള്ളിയുടെ അന്ന് ഈ ക്രിസ്മസിൻ്റെ അതായത് അടുത്ത ദിവസം പറഞ്ഞ എല്ലാവരും ഒരു ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഒരു കൊലപാതകം ഉണ്ടായി. അത് പള്ളിയുടെ മേടയിൽ കൊണ്ടുവച്ച് മേടയിൽ വെച്ച് തന്നെയാണ് അവൻ റേപ്പ് ചെയ്യുന്നതെന്നാണ് അവൻ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സംഭവത്തിന് എവിടെ ഡയറക്റ്റ് എവിഡൻസ് കിട്ടില്ല. അപ്പോൾ എന്തായാലും കേസൊക്കെ വിട്ടുപോയി. അപ്പോൾ നമ്മളത് കാര്യമായിട്ടത് പുട്ടപ്പ് ചെയ്തു. നമ്മൾ DGPയെ കണ്ടു, കമ്മീഷണർ ജനറൽ DGPയെ കണ്ടു. DGP നമുക്ക് അപ്പീൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതിയിൽ നമ്മൾ അപ്പീൽ കൊടുത്തു. ഡയറക്ടർ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ പോയി കണ്ട് അപ്പീൽ കൊടുത്തു.
അപ്പോൾ അദ്ദേഹവും ആദ്യം പറഞ്ഞു വളരെ സീനിയറായിട്ടൊരു ജഡ്ജിൻ്റെ വിധിയാണിത്, അപ്പം അത് അപ്പീൽ പോയാൽ അത്ര ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ സാറേ ഇത് പോയേ പറ്റുമോ, ഇത് സത്യസന്ധമായ കേസാണ്, 1% ഇതിനകത്ത് കള്ളത്തരം കാണിച്ചില്ല, കാണിക്കാനും പറ്റില്ല, കാര്യം വല്ല സാറേ ഫയൽ നോക്കി അറിയാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 2-3 പ്രാവശ്യം എറണാകുളത്ത് പോയി ബ്രീഫ് ചെയ്തു, ഈ ഓരോ കേസിൻ്റെ ഓരോ സ്റ്റേജും ബ്രീഫ് ചെയ്തു. മനസ്സിലായി. അവസാനം അങ്ങനെ ശരി അങ്ങനെ ഞാനത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയിൽ അതിൻ്റെ ട്രയൽ നടത്താൻ അല്ല അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് നടക്കാൻ വന്നു. അപ്പോൾ ഹൈക്കോടതി ഇതെല്ലാം പരിശോധിച്ച് ഹൈക്കോടതി പറഞ്ഞു ഇത് ശരിയായ കേസാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഒരു റീട്രയലിന് വേണ്ടി തിരിച്ച് സെഷൻസ് കോടതിയിൽ തന്നെ വിട്ടു വളരെ. പാപ്പച്ചന്തു ജഡ്ജിയായിരുന്നു അന്നത്തെ ഹൈക്കോടതി നമ്മുടെ ജില്ലാ ജഡ്ജി എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഹൈക്കോടതി പറഞ്ഞത് ഇതിന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിസ്തരിക്കണം, സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കൂടെ ഒന്നുകൂടെ എടുക്കണം, കൂടാതെ പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റ് 330 സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ശരി. അങ്ങനെ ഫോറൻസിക്സ് ഉദ്യോഗസ്ഥന്മാരുടെ കംപ്ലീറ്റ് അദ്ദേഹം ഒന്നുകൂടെ വെരിഫൈന് ശേഷം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഓരോ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെയും ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ചോദിച്ച് അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഇവൻ്റെ ഒന്നുകൂടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്. സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ഇവനെ ജീവപര്യന്തമായിട്ട് ശിക്ഷിച്ചു. പിന്നീട് അപ്പോൾ അതിനകത്ത് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ അതിന് കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടുണ്ട്. അതൊരു വലിയ റിപ്പോർട്ടാണ്. കാര്യം ഈ പറഞ്ഞ ഫൈബേഴ്സും കാര്യങ്ങളും എല്ലാം കെമിക്കൽ റിപ്പോർട്ടിൽ വരും, ഈ സെൽസിൻ്റെ കാര്യം അങ്ങനെ പലതും വരും. പക്ഷേ ഈ കെമിക്കൽ റിപ്പോർട്ട് അന്നത്തെ ആ കോടതി മാർക്ക് ചെയ്തില്ല, ആദ്യ വേളയിൽ മാർക്ക് ചെയ്തില്ല. മാർക്ക് ചെയ്യാതെ അത് ഹൈക്കോടതി എടുത്തു പറയുന്നുണ്ട്, എന്തുകൊണ്ട് മാർക്ക് ചെയ്തില്ല എന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. കാരണം കെമിക്കൽ റിപ്പോർട്ട് ഏത് നമ്മൾ വിട്ടുപോണ കേസായാലും വിടുന്ന കേസായാലും ചെറിയ കേസായാലും വലിയ കേസായാലും അടിക്കേസായാലും അല്ല നമ്മളൊരു കെമിക്കൽ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ടോ കൊടുത്താൽ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യും. കെമിക്കൽ എക്സാമിനേഷനിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് അത് മാർക്ക് ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിനകത്ത് പ്രതിഭാഗം ചോദിക്കുന്നതും നമ്മളെ പ്രോസിക്യൂട്ടർ ചോദിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള പറയുകയും ചെയ്യും. മാർക്ക് ചെയ്യാതെ ഒരു കാരണവശാലും അവിടെ ഇത് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും കോടതി അത് മാർക്ക് ചെയ്യാതെ പോയത്? എന്തെങ്കിലും അത് എന്താണെന്ന് ഒരു പിടിയില്ല. ഓക്കെ, ഏതായാലും ശിക്ഷിക്കും, എന്തായാലും കൺവിക്ട് ചെയ്തതാണ്. അപ്പം വേറൊരു ഇതിനകത്തൊരു രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് വിടുന്നു, ഒരു 3-4 വർഷം ഇദ്ദേഹം പുറത്ത് നിൽക്കുന്നു ഈ ശിക്ഷ വിട്ടത്. തള്ളിപ്പോയതിന് ശേഷം ഒരു 2-3 വർഷം പഠിക്കുന്നത്. ആ സമയത്ത് ഇയാൾ പുഴിയൂർ ഇതേ പ്രായമുണ്ട് 10-12 വയസ്സുള്ള കുട്ടിയെ അവിടെ റേപ്പ് ചെയ്ത് കൊല്ലുന്നു. ആദ്യത്തെ കേസ് നൂരി വന്നതിന് ശേഷം റേപ്പ് ചെയ്ത് കൊല്ലുന്നു. ആ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു. ആ കേസ് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് ഇവനെ അറസ്റ്റ് ചെയ്തു. ഇവൻ്റെ ഒരു പ്രത്യേകത ഒളിച്ചോടി പോകില്ല, ഇവന് അവിടുത്തെ ആ ചുറ്റുപാടം തിരക്കുന്നു. അതുപോലെ ആലപ്പുഴ ഒരു പുറക്കാട് കടപ്പുറത്ത് പോയിട്ട് ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു, നാട്ടുകാർ അടിയും കൊടുത്തു പറഞ്ഞു വിട്ടു. ഈ സംഭവത്തിന് മുമ്പായിട്ട് ശരിക്കും അത് നാട്ടുകാരെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു മർഡറായിട്ട് മാറിയാനെ. ഇവിടെ ഈ പുഴിയൂരത്തെ കേസ് അറസ്റ്റ് ചെയ്ത് അവൻ്റെ റിമാൻഡ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഈ വരുന്നത്. അപ്പോൾ ആ കേസിന് അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഇപ്പോൾ രണ്ടിനും അപ്പീൽ സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി പറഞ്ഞു ഇയാൾ മരിക്കുന്നത് വരെ ജയിലിൽ കിടപ്പിക്കാൻ പറഞ്ഞു.